ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC മാത്തമാറ്റിക്സിലെ 8ാമത്തെ ചാപ്റ്റർ ടാൻജൻസ് തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 180 രണ്ട് ചോദ്യങ്ങളാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm ആൻഡ് ഡ്രോ ടാൻജൻസ് ടു ഇറ്റ് ഫ്രം എ പോയിന്റ് 7 cm ഫ്രം ദ സെൻറ്റർ. ആരം 2.5 സെന്റിമീറ്റർ ആയ വൃത്തം വരക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകളും വരക്കുക. അപ്പോൾ ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരക്കണം. കോമ്പസ് എടുക്കുക, 2.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഒരു സർക്കിൾ അങ്ങോട്ട് വരക്കുക. ഇനി വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നേരെ 7 സെന്റിമീറ്ററിലോട്ട് നമുക്കൊരു ലൈൻ വരക്കാം. അതാണ് നമ്മളുടെ ബിന്ദു. ആ 7ന്റെ അറ്റത്തുള്ളതാണ് പോയിന്റ്. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, എന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ 3.5 നമുക്കറിയാം. പക്ഷെ ഇത് വരക്കുന്നതിനൊരു മെത്തേഡ് ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. പകുതിയിൽ കൂടുതൽ എടുക്കുക ഈ ലൈനിന്റെ. നിങ്ങൾക്ക് ഇതിൽ കാണാം, വീഡിയോയിൽ കാണാം, സ്ക്രീനിൽ കാണാം. എന്നിട്ട് പകുതിയിൽ കൂടുതൽ ഫുൾ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് കുറച്ചാൽ മതി. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മേലെയും താഴെയും ഓരോ ആർക്കുകൾ വരക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ 2 ഭാഗത്തേക്കും വരക്കുക കേട്ടോ. ഇനി നേരെ ഇപ്പുറത്തെ അറ്റത്ത് കൊടുന്ന് വെക്കുക. ഓക്കെ, ഈ 7 സെന്റിമീറ്ററിന്റെ ഈ എൻഡ് ഭാഗത്ത് കൊടുന്ന് വെച്ചിട്ട് ഈ ആർക്കുകളെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. നമ്മൾ ഈ വരച്ച ആർക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അതാണ് നമ്മളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കേട്ടോ. നേരെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഞാനിവിടെ സ്ട്രൈറ്റ് ലൈനിന്റെ ടൂൾ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി അതിനുശേഷം ഈ പോയിന്റിൽ ഈ പോയിന്റിൽ സെന്ററിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരക്കുക. ഓക്കെ, അപ്പൊ ഈ 2 അറ്റത്തും കൂട്ടിമുട്ടും. ഇപ്പൊ ഈ സർക്കിൾ ഇവിടെ ഈ നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ കട്ട് ചെയ്യുന്ന ഓരോ പോയിന്റുകളുണ്ട്. ആ പോയിന്റിലേക്ക് ഈ 7 സെന്റിമീറ്ററിന്റെ അറ്റത്തുനിന്ന് സ്കെയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈന് വരക്കുക. ഇതാണ് നമ്മളുടെ ടാൻജന്റ്. ഓക്കെ, ഈ 2 ലൈനാണ് നമ്മുടെ ടാൻജന്റ്. ഇനി ഇതെങ്ങനെ ടാൻജന്റ് ആയി എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞുതരാം. നോക്കിയാൽ ഞാനിവിടെ നിങ്ങോട്ട് ഒരു റേഡിയസ് വരച്ചു കഴിഞ്ഞാലേ ഇത് റേഡിയസ് കേട്ടോ. ഇത് ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആവണ്ടേ? ഇത് 90 ഡിഗ്രിയാണ്. കാരണം ഈ വലിയ വൃത്തത്തിന്റെ ഡയമീറ്ററിന്റെ 2 അറ്റത്തു നിന്ന് വരുന്ന ലൈനുകളാണ് ഇത്, കണ്ടോ? ഓക്കെ, ഇത് ചെറിയ വൃത്തത്തിന്റെ ആരമാണ്, ചെറുതിന്റെ ടാൻജന്റുമാണ്. അപ്പൊ അവിടെ 90 വന്നില്ലേ? അതുകൊണ്ടാണ് ഈ 2 ലൈനുകൾ എന്തായിട്ട് വരുന്നത്? ടാൻജന്റ്. നമ്മളിത് എങ്ങനെ വരക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ആദ്യം ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള അതേ പോയിന്റിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ സെന്ററിൽ നിന്നും ഓരോ ലൈനുകൾ, ഓരോ സർക്കിളുകൾ വരക്കുക. ഒരു സർക്കിൾ വരക്കുക, എന്നിട്ട് കൂട്ടിമുട്ടിക്കുക. ഇതേപോലെ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? Okay, draw a circle of radius 3 cm and draw a tangent to it from a point 7.5 cm from the center. ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തം വരക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 7.5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകളും വരക്കുക. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. വീഡിയോ പൗസ് ചെയ്തിട്ട് മക്കൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എങ്ങനെ വരക്കണം എന്നുള്ളത് നോക്കുക. നമ്മൾ തൊട്ട് മുമ്പ് വരച്ച അതേ മെത്തേഡ് തന്നെ. ഓക്കെ, അപ്പൊ ആദ്യം വരച്ച് നോക്കിയിട്ട് നിങ്ങളത് കാണണം കേട്ടോ. ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരക്കണം. സ്കെയിൽ എടുക്കുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ 3 സെന്റിമീറ്റർ എടുത്തു, അത് ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾ വരക്കാം. ഇനി ഇതിന്റെ സെന്ററിൽ നിന്നും 7.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര നമ്മൾ വരക്കണം. കാരണം 7.5 സെന്റിമീറ്ററിലാണ് നമ്മളുടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7.5ലോട്ട് അല്ലേ? 7.5 നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സ്കെയിൽ 7.5. ഇനി ഇതിന്റെ പകുതിയിൽ കൂടുതൽ എടുക്കാം. ഓക്കെ, പകുതിയിൽ കൂടുതൽ ഏകദേശമായി.
എന്നിട്ട് താഴേക്കും മേലേക്കും ഓരോ ചാപങ്ങൾ, ഓരോ ആർക്കുകൾ വരയ്ക്കുക. താഴത്തേക്കും വരയ്ക്കുക. പകുതിയിൽ കൂടുതലായാൽ മതി കേട്ടോ, ഇത്ര സെൻറ്റിമീറ്റർ എന്നൊന്നുമില്ല, പകുതിയിൽ ജസ്റ്റ് ഒന്ന് കൂടിയാൽ മതി കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ വെക്കുക. എന്നിട്ട് ഈ വരച്ച ആർക്കുകളെ നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. വരച്ച ആർക്കുകളെ ഒന്ന് കൂട്ടിമുട്ടിക്കാം. ഇനി കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ ചെയ്യാം. കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ പോയിന്റ് ആണ് നമ്മളുടെ സെൻറ്റർ. ഇനി ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഇനി ഈ സർക്കിളുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിക്ക് നമ്മൾ 7.5 അവിടുന്ന് 2 ലൈനുകൾ വരച്ചാൽ മതി, നമ്മുടെ ടാൻജൻ്റ് ആയി. സിമ്പിൾ അല്ലേ? കണ്ടോ, നമ്മുടെ ടാൻജൻ്റ് ആയി. അപ്പോൾ വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും, വൃത്തത്തിൻ്റെ ഔട്ട് സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്നും എങ്ങനെയാണ് ടാൻജൻറ്റ് വരയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് തൊടുവര വരയ്ക്കുക എന്നുള്ളത് ഓക്കെയാണല്ലോ. വരയ്ക്കാനുള്ള നന്നായിട്ട് വരച്ച് പഠിക്കേണ്ട മക്കൾ, എന്തായാലും ചോദിക്കും. ഈ ടാൻജൻറ്റിന് പുറത്തുനിന്ന് ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ എന്തായാലും ഷുവറായിട്ടും ചോദിക്കും. അത് നന്നായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ.